ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെറി സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻറ്റ്സ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്താ പറയുക, ആക്ച്വലി ഞാൻ ഫസ്റ്റാണ് എൻ്റെ ചാനൽ ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഡെയിലി റുട്ടീൻസ് അല്ല, ഡേ ഇൻ മൈ ലൈഫും അല്ല, നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാവുന്ന കാര്യങ്ങളും ഉച്ചക്കത്തെ ഫുഡിന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾക്കാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ വീഡിയോസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ കുക്ക് ചെയ്ത വീഡിയോസ് അല്ലെങ്കിൽ വ്ളോഗ്സ്, ട്രാവൽ വ്ളോഗ്സ് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, എന്തായാലും ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ കിച്ചൺ ഇപ്പോൾ എങ്ങനെ കിടക്കുന്നത് ഒന്ന് കാണിച്ചു തരാം. അത്രയും മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. കുട്ടികൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാമല്ലോ, കിച്ചൺ ഭയങ്കര മെസ്സി ആയിരിക്കും. അപ്പോൾ അത് ആദ്യമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. തുണികൾ വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആസ് എ ലൈഫ് ഓഫ് എ എന്താ പറയുക, മോം എന്ന് പറയാം. ഓക്കെ, എങ്ങനെയാണ് ഇന്നത്തെ ഓരോ ദിവസത്തെ എൻ്റെ ലൈഫ് എന്നുള്ളത്, ഇന്നത്തെ ലൈഫ്, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഫുഡും കാര്യങ്ങളും അതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് വീഡിയോ തുടങ്ങാം. എൻ്റെ കിച്ചൺ കിടക്കുന്ന കോലമാണ് ഇങ്ങനെ. ഭയങ്കര മെസ്സായിട്ടാണ് കിടക്കുന്നത്. വാഷ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ രാവിലെ മീൻ വന്നപ്പോൾ മീൻ വാങ്ങിച്ചതിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഇന്ന് മത്തൻ എരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചാൽ ഇത് വെള്ളപ്പയർ വൻപയർ, ചില സ്ഥലത്ത് വൻപയർ അത് വെള്ളത്തിലിട്ടതാണിത്. മീൻ നന്നാക്കാനുണ്ട്. അപ്പോൾ ഒരു മത്തൻ കറിയും ഇതൊക്കെ ഇതാ കിച്ചൻ്റെ സ്ലാബൊക്കെ ആണല്ലോ, വളരെ മെസ്സിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എനിക്കിഞ്ഞ് കിച്ചണിൽ പണികൾ തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ കിച്ചണിൽ പാത്രം കഴുകുന്നതിന് മുന്നേ ഞാൻ ഫസ്റ്റ് തുണികൾ വാഷ് ചെയ്യാനുള്ളത് ഇടുകയാണ്. ഒരുപാട് തുണികൾ വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇതാണ്ട് കിച്ചണിൽ പണി ചെയ്യുമ്പോൾ തുണികൾ വാഷ് ചെയ്തിട്ട് അതാണ്ട് ഓടിക്കോളും. പിന്നെ അതിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ സ്ലാബൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എന്നിട്ട് കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് ഞാൻ കൂട്ടി വയ്ക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പം ചെറിയൊരു എനിക്കൊരാൾക്ക് നിന്നിട്ട് പണി ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും കിച്ചനാണ്. ആക്ച്വലി കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ തനിയാവും. പിന്നെ ഞാനൊരു പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ പതിയെ ചിലപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് അതുപോലെ ടി വി എന്തെങ്കിലും കാണാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിയെ എണീറ്റ് പിന്നെ പണികൾ ചെയ്യാറാണ് പതിവ്. ഇതിപ്പോൾ വീഡിയോസൊക്കെ എടുക്കാനുള്ള കാരണം കൊണ്ട് തന്നെ പാട്ടൊന്നും ഇടാതെ തന്നെ നിന്ന് പണിയെടുക്കുകയാണ്. ആക്ച്വലി ഒന്നും ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ലാതെ കിച്ചണിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ബോറിംഗ് ആണ്. എന്താ വെച്ചാൽ എന്നും ഇതേ പണികളൊക്കെ തന്നെ അല്ലോ, വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകുകയാണ്. ക്യാമറ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വീഡിയോ എടുക്കലും ഫോൺ കൈ പിടിച്ചിട്ട് ക്യാമറ എല്ലാം കൂടി പോസിബിൾ എളുപ്പമല്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ എന്താ പറയുക, മത്തൻ എരിശ്ശേരി വെക്കാനായിട്ട് ഒരു മത്തൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഞാൻ എപ്പോഴും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ സാധാരണ പച്ചക്കറികൾ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികൾ, ഇതിൽ കറിവേപ്പിലാണെങ്കിൽ വേറെ എന്ത് പച്ചക്കറികളായാലും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കും. മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ എന്താ പറയുക, വിനാഗിരി വെള്ളം പാത്രത്തിലെടുത്തിട്ട് വിനാഗിരി ഒഴിക്കും, കുറച്ച് സുറുക്കിടും, മഞ്ഞൾപ്പൊടി ഇടും. ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ പച്ചക്കറി മുക്കി വയ്ക്കാൻ വേണ്ടി വെച്ച വെള്ളം 2 ദിവസമൊക്കെ ഉപയോഗിക്കും ഞാൻ. എന്താ വെച്ചാൽ നമ്മൾ വിനാഗിരിയും സുറുക്കൊക്കെ ഒഴിക്കണമെന്നല്ല. അപ്പോൾ 2 ദിവസം ഉപയോഗിച്ചിട്ട് പിന്നെ വെള്ളം കളയുക ചെയ്യാം. അപ്പോൾ അങ്ങനെ കാണിച്ചു തരാം. ഇവിടെയൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ ഞാൻ എനിക്ക് എന്താ പറയുക, കറിവേപ്പില പച്ചമുളകൊക്കെ ഇടാനുണ്ട്. അപ്പോൾ അതിട്ട് കാണിച്ചു തരാം. പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലിടാൻ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു സാധനം മഞ്ഞൾപ്പൊടി. അപ്പോൾ അത് നേരത്തെ ഞാൻ വൻപയർ എടുത്ത് വെച്ചതാണത്. ഇത് വൻപയർ എന്താ പറയുക, മത്തൻ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് കഴുകി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മത്തൻ കറി വെക്കാനുള്ള വൻപയർ കഴുകുകയാണ്. ഇത് നമ്മൾ എന്താ പറയുക, ഈ വീഡിയോസ് എടുക്കലും കയ്യിൽ ഫോൺ പിടിച്ചിട്ട് വീഡിയോസ് എടുക്കലും പണി ചെയ്യലും എളുപ്പമുള്ള പരിപാടിയല്ല, എനിക്ക് മനസ്സിലായി. മറ്റേത് ഞാൻ സാധാരണ കുക്കിംഗ് വ്ളോഗ്സ് ചെയ്യുമ്പോൾ സ്റ്റാൻഡിൽ ഫോൺ വെച്ചിട്ട് അതാകുമ്പോൾ അതവിടെ ഇരുന്നിട്ട് അങ്ങനെ ഇതിപ്പോൾ അതല്ല, പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം, അതിൻ്റെ ഇടയിൽ ഒന്ന് പണിയെടുക്കണം. അപ്പോൾ ഭയങ്കര ടാസ്ക്കാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഇത് ഞങ്ങളുടെ ഏരിയയിൽ ഈ മത്തൻ ശരി ഈ രീതിയിലാണ് വയ്ക്കുക. വേറെ സ്ഥലങ്ങൾ വേറെ രീതി ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും പയറാണ് വേവിക്കുന്നത്. മത്തൻ അധികം വേവില്ല. ചിലവർ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികം വേവേണ്ട കാര്യമില്ല. ഓക്കെ, ഞാൻ പക്ഷേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മത്തനിട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വേവിക്കാനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ചിലർ മല്ലിപ്പൊടിയൊക്കെ ഇടുന്നത് കാണാം. പക്ഷേ ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിന് ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട, വല്ലാതെ വെള്ളം പോലെ ആകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിൽ മുളക് പൊടി അധികം ഇടണ്ട കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാക്കുക. പിന്നെ എന്നിട്ട് തന്നെ അടുപ്പത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതപ്പോൾ നത്തലാണ്. 1 കിലോ നത്തൽ വാങ്ങിയപ്പോൾ 1 കിലോ എടുത്തിട്ടില്ല, ഒരു ഹാഫ് കിലോ എടുത്ത് നത്തലെടുത്തിട്ട് പൊരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, കറി വെക്കുന്നില്ല. അപ്പോൾ ഇന്നലെ ഓൾറെഡി മീൻകറി വെച്ച കാരണം കൊണ്ട് തന്നെ ഞാൻ മീൻകറി വെക്കുന്നില്ല. അപ്പോൾ എന്താ പറയുക, എൻ്റെ കത്തിരിക കാണാൻ എനിക്കാണെങ്കിൽ കത്തിരിക വേണം മീൻ ഉണ്ടാക്കാൻ, അല്ലാതെ മീൻ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഈ നത്തലായതുകൊണ്ട് വലിയ വിഷയമില്ല, കുഞ്ഞു നത്തലാണ്, വലിയ കട്ടി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ അതിന് തല പറിച്ച് കളയാം. പിന്നെ വാലിൻ്റെ അവിടെ മാത്രം കത്തി മതി നമുക്ക്. അപ്പോൾ ഞാൻ മീൻ കൊട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് അത് നന്നാക്കുകയാണ്. പിന്നെന്താ പറയുക, ഭയങ്കര ടേസ്റ്റാണല്ലോ ഈ നത്തൽ നന്നാക്കിയിട്ട് മുളകിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും വറ്റിച്ചിട്ട് മുളകിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും എനിക്കും എൻ്റെ മക്കൾക്കൊക്കെ ഈ വലിയ മീനുകളില്ല, ഐക്കൂറ, ആവോലി, അങ്ങനത്തെ കഷ്ണ മീനുകൾ, നെയ്മീനുകൾക്ക് അതിനെക്കാട്ടിയൊക്കെ കൂടുതൽ ഇഷ്ടം ഇതേപോലത്തെ ഈ മത്തി, ചെറിയ മത്തി, ചെറിയ അയില, നത്തൽ, അങ്ങനത്തെ മാന്തൾ, ചെറിയ ചെമ്പല്ലി, അങ്ങനത്തെ മീനുകളുണ്ട്. എല്ലാം ചെറിയ ഐറ്റംസാണ് കൂടുതലിഷ്ടം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്താണെന്ന് അറിയില്ല, അത് അങ്ങനത്തെ ചെറിയ മീനുകളോടാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് മീനൊക്കെ നല്ല ഫ്രഷായിട്ട് മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിവിടെ വെക്കുന്നുണ്ട്. ഞാൻ നമുക്കിതൊന്ന് ചോറിൻ്റെ കല എടുത്തിട്ടുണ്ട്, അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. ഗ്ലാസ് എടുത്തിട്ട് അരി വേഗം വേവുന്ന വെള്ളരിയാണ് ഞാനിതിലോട്ട് ഇടുന്നത്. ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അരി കഴുകിയിട്ട് കലത്തിൽ ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ആ ചട്ടിയിൽ അവിടെ ചട്ടി ഇരിക്കുന്നുണ്ടല്ലോ, ആ മൺചട്ടി, അതിൽ ഇന്നലത്തെ മീൻകറി മത്തിക്കറിയാണ് ഇരിക്കുന്നത്. ഞാനിതവിടെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട്, മീൻ ഇതാക്കാൻ വേണ്ടിയിട്ട്. അത് നന്നാക്കിയിട്ട് നമുക്ക് മീൻ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടായും കൂടെ ഒരു ചെറിയ കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുന്നതായിട്ട്. അപ്പോൾ ഗ്രൈൻഡറിൽ മീൻ പൊരിക്കാനുള്ള മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില, ഇത്തിരി സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി അത് മസാല പുരട്ടി വെക്കണം. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിയൊക്കെ ചേർക്കാം കേട്ടോ. അതിൽ മീൻ പൊരിക്കുമ്പോൾ പുളി പിഴിഞ്ഞതുണ്ടെങ്കിൽ അത് ചേർക്കാം, ചിലർ സുറുക്ക ചേർക്കും. അങ്ങനെ തൈരൊന്നും ചേർക്കരുത്, തൈരും അത് വിരുദ്ധാഹാരമാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ അത് ഞാൻ മസാല തേക്കുകയാണ്. സാധാരണ ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു മസാല തേച്ചിട്ട് 1 മണിക്കൂർ എത്ര നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അല്ല, നിങ്ങൾ മസാല തേച്ചിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഫ്രീസാക്കാം, അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ, പക്ഷേ കൂടുതൽ ദിവസം ഇരിക്കും, ഇത് നെക്സ്റ്റ് ഡേ തന്നെ എടുക്കണം. അതായത് ഈ മീൻ നന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, മീൻ ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ഫ്രീസറിൽ ഐസാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും. അപ്പോൾ അതായത് അതിൻ്റെ രക്തം മാറുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് മീൻ കായം പുരട്ടി വെക്കുക. ചില സ്ഥലത്ത് കായം പുരട്ടി വെക്കാതെ മസാല തേച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അത് ഇതാകുമ്പോൾ ഇങ്ങനെ നല്ല ക്രിസ്പിയായിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ കുഞ്ഞ് നത്തലും കുഞ്ഞേ മത്തിയൊക്കെ. ഇത് മീൻ ഈ നത്തലുകൊണ്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. അടുത്ത് ഞാൻ മത്തൻ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ മത്തൻ എന്താ പറയുക, പയറോടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മത്തൻ അധികം വേവില്ല. പിന്നെ അതുമാത്രമല്ല, മത്തൻ നന്നായിട്ട് ഒരു വിസിൽ വന്ന് കുക്കറിൽ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ കുത്തി ഉടയ്ക്കാം, അത്ര വേവില്ലാത്തത് കൊണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ പീസായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തിടാം. കുഞ്ഞു തിൻ പീസസ് ആക്കണം എന്നുള്ള തിൻ പീസസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മത്തൻ അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 പീസാക്കട്ടോ. ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് വലിയ പീസാക്കി കട്ട് ചെയ്ത് കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പയർ വെന്തിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ പയർ നല്ലോണം വന്നിട്ടുണ്ട്, ഇത്ര വേവേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു 3/4 ഭാഗം വേവിച്ചാൽ മതി. ഇനി നമുക്ക് മത്തനും കൂടി ഇട്ടിട്ട് അതിൽ വേവിക്കാനത്തില്ല. അപ്പോൾ അതിൻ്റെ കൂടെ അതുകൊണ്ട് വന്ന് റെഡി ആയിക്കോളും. അപ്പോൾ മത്തനും പയറിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഉപ്പിടാനുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി,
ഇടാനുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി ഇട്ടോളൂ, പക്ഷേ ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല. പിന്നെ പച്ചമുളക് ഇടുന്നുണ്ട്, ഒരു എരിവിന് ചെറിയ പച്ചമുളക് 2 പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഇടാക്കാറുള്ളത്. മുളക് പൊടി, മല്ലിപ്പൊടി ഇല്ല, മുളക് പൊടി പാകത്തിന് എരിവിന് ആവശ്യത്തില്ല. ഇത് വല്ലാതെ എരിവ് ചേർക്കാതിരിക്കുക ഇങ്ങനത്തെ കറികളിൽ. വല്ലാതെ എരിവ് ചേർത്ത് കഴിഞ്ഞാൽ ഈ കറികൾ രസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മളത് കുക്കർ എടുത്തിട്ട് അടുപ്പത്തോട്ട് വെക്കുകയാണ്. എൻ്റെ സ്റ്റൈല് മത്തൻ എരിശ്ശേരി കറി വെക്കൽ ഇങ്ങനെയാണ്. ഓക്കെ, നിങ്ങളുടെ അവിടെയൊക്കെ പല രീതിയിലായിരിക്കും, അതുപോലെ ട്രൈ ചെയ്യുക കേട്ടോ. അല്ല ഇത് എളുപ്പത്തിലാണ്, ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുമാണ്. ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല കുറുക്കി ഉണ്ടാക്കുക ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ച് കറി വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവാനുണ്ട്. ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാനാണ്. ഓൾറെഡി തേങ്ങ അരച്ചല്ലോ, അപ്പോൾ തേങ്ങ ചിരവിയല്ലോ, അപ്പോൾ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നു. മിക്സർ ജാറിലോട്ട് 2 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു. പിന്നെ കുറച്ച് തേങ്ങ, ചെറിയ തേങ്ങ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ തേങ്ങ, പിന്നെ കുറച്ച് ചെറിയ ജീരകമാണ്, കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അധികം വെള്ളം ഒഴിച്ചിട്ടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. പിന്നെ നമ്മുടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ച തേങ്ങ ഞാൻ ഇതിലോട്ട് മത്തനും പയറുള്ളത് ഞാൻ കുത്തി ഉടച്ചിട്ടുണ്ട്, നല്ല ഉടച്ചിട്ടുണ്ട്. അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മത്തനും പയറുള്ളതിലോട്ട് ഫൈൻ പേസ്റ്റായ തേങ്ങ അരച്ചൊഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് കറി രൂപത്തിലാക്കുകയാണ്. ഇതാണ് ഞാൻ കറിയായിട്ട് ഉപയോഗിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് കറി രൂപത്തിൽ വേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും കട്ടിയായിട്ടുള്ള മത്തൻ എരിശ്ശേരി ആവും. എനിക്കിത് ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ വേറൊരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കറി ചിലവാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു തള വന്നാൽ മതി, അത് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് എന്താ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചോറ് വന്നിട്ടുണ്ട്. ഞാൻ വേഗം വേവുന്ന അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ഈ മട്ടരിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേവാനും ഭയങ്കര പണിയാണ്. പിന്നെ അത് തിന്ന് കഴിഞ്ഞാൽ തന്നെ വയറിന് ഭയങ്കര ഹീറ്റായിട്ട് കഴിയും. അതുകൊണ്ട് ഞാൻ വേഗം വേവുന്ന അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചമ്മന്തിക്കുള്ള തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പരിപാടിയുണ്ട്. അതിന് മുന്നേ പാനിൽ ഞാൻ കറിവേപ്പും ചുവന്നമുളക് ഇട്ടിട്ട് മത്തൻ എരിശ്ശേരി തൂമിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ആ പരിപാടി കഴിഞ്ഞു, തൂമിക്കൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ തേങ്ങ ചമ്മന്തിക്കുള്ള പാൻ ചൂടാക്കിയിട്ട് ചമ്മന്തിക്കാനുള്ള പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും ചുവന്നമുളക് ഇട്ട് കൊടുക്കുകയാണ്. അത് നല്ലോണം മൂത്ത് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചമ്മന്തി ഉണ്ടാക്കാൻ സാധനം ചൂടാറാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എൻ്റെ ഇടയിൽ ഞാൻ മീൻ പൊരിക്കാനുള്ള പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മീൻ ഓരോന്നായിട്ട് പൊരിക്കാനിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഉള്ളിയും മുളകും തണുത്ത് വരും. എന്നിട്ട് വേണം നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചമ്മന്തി അരയ്ക്കാറ്. ഈ രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കി കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എളുപ്പമാണ്. പിന്നെ ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ ഈ ചമ്മന്തി കൂട്ടും ചെയ്യുക, നല്ല ടേസ്റ്റാണ്. തേങ്ങ കുറച്ച് ചെറിയ ഉള്ളി ചുവന്നമുളക് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മീൻ ഫ്രൈ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്ലേറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ചോറ് കഴിക്കാൻ ഞാൻ മാത്രമേ ഉച്ചയ്ക്ക് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, എല്ലാ സാധനവും കൂടെ ഡൈനിങ് ടേബിൾ മുകളിൽ കൊടുന്ന് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലേറ്റ് വലിയൊരു സ്റ്റീലിൻ്റെ കിണ്ണെടുക്കും. എനിക്കെന്താ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം, ക്ലേയിൽ കഴിക്കണേക്കാട്ടില്ല. അപ്പോൾ സ്റ്റീലിൻ്റെ കിണ്ണെടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാ ഐറ്റംസും ഞാൻ വിളമ്പും. അപ്പോൾ നമ്മുടെ മത്തൻ എരിശ്ശേരി വിളമ്പിയിട്ടുണ്ട്, അതാണല്ലോ കറിയായിട്ട് കൂട്ടുന്നത്. പിന്നെ ഞാൻ തേങ്ങ ചമ്മന്തി വിളമ്പിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം മീൻ പൊരിച്ചത് ഇടുന്നുണ്ട്. അത്യാവശ്യം മീൻ പൊരിച്ചത് ഞാൻ കഴിക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ പിന്നെ ഇന്നത്തെ മീൻ കറി ഇരിക്കുന്നുണ്ട്, മീൻ മുളക് ഇട്ടത് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ച് സൈഡിൽ വയ്ക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ കോവക്കുപ്പേരി ബാക്കിയുണ്ട്, അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇത്രയും വിഭവങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ ഊണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഊണ് കഴിക്കുമ്പോൾ സാധാരണ ടി വിയൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ട് ഊണ് കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതാണ് ഒറ്റയ്ക്കായതുകൊണ്ടുള്ള ഒരു ഇതാണത്. ആരെയും ഇങ്ങനെയാണ് ഊണ് കഴിക്കാറുള്ളത്. അപ്പോൾ അതായത് ഫുഡ് കഴിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്